ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പായസ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കണ്ടാൽ തന്നെ കൊതിയാകും കേട്ടോ, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പായസമാണ്. അതിനായിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ല തിളച്ച് വരണം. അതായത് നമ്മൾ പത്തിരിക്ക് മാവ് കുഴക്കുന്ന രീതിക്ക് നമ്മൾ മാവ് കുഴച്ചെടുക്കാനാണ്. അപ്പോൾ നല്ല വെള്ളം തിളച്ച് വരട്ടെ. നല്ല വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെയാണ് 3/4 കപ്പ് അരിമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പത്തിരിക്ക് കുഴക്കുന്ന അതേപോലെ തന്നെ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിൽ നെയ്യ് ഒഴിച്ച്, കാരണം നമ്മൾ പായസത്തിലിട്ട് കഴിക്കില്ല. അപ്പോൾ ആ നെയ്യിൽ വാട്ടിയെടുത്തതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് നെയ്യ് ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇത് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നട്ട്സ് ഒന്ന് ചൂടാക്കി എടുക്കാനാണ്. നമ്മുടെ അടുത്ത് ഏതാണ് നട്ട്സ് ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടാക്കി എടുക്കാം. കുറച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അത് 3 കൂടി നല്ല ചൂടാക്കിയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തേക്കാം. അങ്ങനെ ഇതെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെയാണ് 1/2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പായസം വയ്ക്കാതെ എത്ര അതിന് ആവശ്യത്തിന് പോലെ നിങ്ങൾ പാലും എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നല്ല തിളച്ച് വരട്ടെ. അതിലേക്കുള്ള ശർക്കരയാണ് നമുക്ക് വേണ്ടത്. ശർക്കര പാനി റെഡിയാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെയാണ് 3/4 കപ്പ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ല തിളച്ച് നമ്മുടെ ശർക്കര ഒന്ന് അലിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് ജസ്റ്റ് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് അത് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ നല്ല ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കട്ടെ. അതായത് സിമ്മിൽ വെച്ച് കൊടുക്കാം. നല്ല ചൂടായിക്കൊണ്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് ബാക്കി നമ്മുടെ മാവിലൊന്ന് ഉരുട്ടിയെടുക്കണമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് സിമ്മിൽ വെച്ച് കൊടുത്തേക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ മാവ് എടുത്തതിന് ശേഷം നന്നായിട്ട് കയ്യിൽ, അതായത് വിരലിൻ്റെ ഭാഗത്ത് നമ്മൾ ആക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരേ രീതിക്കുള്ള ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. വിരലിൻ്റെ ഭാഗത്തിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് തിക്നെസ് എത്ര വേണ്ടത് അതിനാവശ്യം പോലെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മളപ്പോൾ ചെറിയ തിക്നെസ്സാണ് ചെയ്യുന്നത്. ഒരുപാട് നൈസാക്കിയാൽ നമ്മൾ പാലിലിട്ട് ചൂടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിനേക്കാളും നിങ്ങൾ തിക്നെസ് കുറവാക്കണ്ട, കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, കുറവാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാവും ഇതുപോലെ നല്ല ഒന്ന് ഉരുട്ടി കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കട്ടെ. അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വരിക. കയ്യിലൊന്നും ഒട്ടവും ചെയ്യില്ല. തേച്ച് കൊടുക്കുന്ന സമയത്ത് നെയ്യ് തേച്ച് കൊടുക്കട്ടോ കയ്യിൽ, അപ്പോഴാണ് നമുക്ക് നല്ല മണം ഉണ്ടാകുന്നത് നമ്മുടെ മാവിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ പകുതി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പകുതി മാവ് മാറ്റി വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പകുതിയുള്ളതിലേക്ക് മാത്രമേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 6-7 മിനിറ്റ് നല്ല സിമ്മിൽ വെച്ച് നല്ല തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. സിമ്മിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നല്ല വെന്ത് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിമ്മിൽ വെച്ച് നല്ല ഒന്ന് ചൂടാക്കി എടുക്കാം. ആ സമയത്ത് ഒരു 10-20 കാഷ്നട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പായസത്തിന് ചെറിയൊരു തിക്നെസ് ഇടാനായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുണ്ടാവും നമ്മുടെ പായസം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പോലെ നമ്മൾ കാഷ്നട്ട് ഇട്ടുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇപ്പോൾ റെഡിയാണ്. ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടിയും കൂടിയിട്ട് ഇറക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പായസം റെഡിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പായസം റെഡിയാണ് കേട്ടോ. എടുത്ത് കഴിക്കുന്ന സമയത്ത് ആ സ്മൂത്തായിട്ട് അങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.